അള്ളാഹു അവർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. അല്ലേ? പറഞ്ഞിരുന്ന പിന്നെ കുറെ സമയം വേണം, ഞങ്ങൾ തൊട്ട് പോവാ. ഒരു സുഹൃത്തുക്കളെ, ഇവിടെയൊക്കെ ദീനുണ്ട്. ഈ സ്വഭാവം നമ്മളെ കല്യാണം കണ്ടാറി ഇവന്റെ സംസ്കാരം എന്താണ്, നമ്മളെ നടത്തം കണ്ടാറി ഇവന്റെ സംസ്കാരം എന്താ. ഓന്റെ വീട്ടിക്ക് 1 മണിക്കൂർ ചെന്ന് ഇരുന്ന് ഒരു ഭക്ഷണം കഴിച്ച് പോകുമ്പോ അറിയും ഇവന്റെ പെരുമാറ്റം എന്താ, സ്വഭാവം എന്താ. മനസ്സിലായില്ലേ? കൂടെ ഒന്ന് യാത്ര ചെയ്താൽ അറിയും ഇവന്റെ സ്വഭാവം എന്താ, പെരുമാറ്റം എന്താ. അവിടെയൊക്കെ മുസ്ലിമിന് ചില ക്വാളിറ്റി ഉണ്ട്. അവിടെ നിൽക്കാൻ നമുക്ക് കഴിയണം, അവിടെ നിൽക്കാൻ കഴിയണം. കെട്ടിക്കൊണ്ടുവന്ന മുണ്ടെങ്ങനെയാണെങ്കിലും ഒതായി ആണെങ്കിലും, ഒതായിൽ ഞാൻ സംസാരിച്ചു അല്ലെ, കെട്ടിക്കൊണ്ടുവരുന്ന സ്ത്രീകളുണ്ടാവും. ശിർക്കും കുഫറും ആ ഖുറാഫാത്തൊക്കെ ഇങ്ങനെ ഇടകലർന്ന് എന്താണെന്ന് മനസ്സിലാകാതെ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചു പോയവരൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിക്കണം. ചെറിയ പ്രശ്നങ്ങൾ, രോഗങ്ങൾ, വലിയ കടുത്ത രോഗങ്ങൾ, പരീക്ഷണങ്ങളൊക്കെ വരുമ്പോ പലരും പറയും എനിക്ക് ഇന്ന ഡോക്ടറല്ലേ പറ്റുള്ളൂ, ഇന്ന ഹോസ്പിറ്റലല്ലേ പറ്റുള്ളൂ, വേറെ ഒരു വിദ്യ ഉണ്ടായിരുന്നു, പക്ഷെ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ കുറുകിത്തരും. അള്ളാഹു ഇഷ്ടപ്പെട്ട റൂട്ടിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ, ഒരു ഏലസ് നിന്റെ കുട്ടിയുടെ ശരീരത്തിൽ കെട്ടിപ്പിക്കാൻ, ഒരു മന്ത്രി ചൂടിയ നൂല് നിന്റെ മകന്റെ കഴുത്തിലോ അവന്റെ അരയിലോ അവന്റെ കൈത്തണ്ടയിലോ കെട്ടിപ്പിക്കാൻ പലരും, നിന്റെ ബന്ധുമിത്രാദികളുടെ വിശാലമായ വൃത്തത്തിനുള്ളിൽ നിന്ന് പലരും നിന്നെ വിളിക്കും. അപ്പൊ മനസ്സിങ്ങനെ അസ്വസ്ഥമാകും. ഒരു രോഗിയെ കാണാൻ പോയിട്ട് ആ രോഗിയെ, ഏത് രോഗിയുടെ അടുത്ത് ചെന്നാലും സാരമില്ല എന്ന് പറഞ്ഞ് അള്ളാഹു സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാനാ പറഞ്ഞത്. അങ്ങനെ സമാധാനിപ്പിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ തടവിയപ്പോ എന്തോന്ന് തടഞ്ഞു. അപ്പൊ ചോദിച്ചു, മഹാനായ സഹാബി ഈ രോഗിയോട് ചോദിച്ചു, ഇതെന്താണ്? അതിങ്ങനെ രോഗത്തിന് വേണ്ടി കെട്ടിയതാന്ന് പറഞ്ഞു. ഹദീസിൽ കാണാൻ രോഷാകുലനായോട് നേടിയിട്ടു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് കെട്ടിയവനായി നീ മരണപ്പെട്ടു പോയാൽ നിന്റെ മേൽ ഞാൻ മയ്യത്ത് നിസ്കാരം പോലും നടത്തുകയില്ല. പൊട്ടിച്ചു അറിയോ? ഇതാരും അറിയാതെ നല്ല കയ്യിന്റെ രണ്ടേല് ഊരയിലൊക്കെ കെട്ടിവെച്ച എല്ലാം കാണുന്ന, എല്ലാം കേൾക്കുന്ന, എല്ലാ പ്രശ്നങ്ങളും അറിയുന്ന, ഹൃദയത്തിന്റെ തുടിപ്പും മിടിപ്പും അറിയുന്ന, പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും അറിയുന്ന, മരണമില്ലാത്ത എന്നെന്നുമുള്ളവനായ, ആദ്യമേ ഉള്ളവനായ, എല്ലാറ്റിനും കഴിവുള്ളവനായ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് നിന്റെ കുടുംബത്തിലേക്ക് തന്ന രോഗം തന്ന് പരീക്ഷിക്കുമ്പോ ആ പരീക്ഷണത്തിൽ അമ്പേ പരാജയപ്പെട്ടു പോയി. നീ അമ്പേ പരാജയപ്പെട്ടു. ചെറിയ പരാജയമല്ല, കടുത്ത പരാജയം. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. പൊറുക്കാത്ത പാപം സംഭവിച്ചു. ശ്രദ്ധിക്കണം, ഗൗരവമുള്ള കാര്യമാണ്, തമാശയായിട്ട് കൂട്ടാൻ പാടില്ല. ബുഖാരി, മുസ്ലിം, തുർമുദി, നസായി, ഇമാം ഇബ്നു മാജ, ഇമാം അബൂ ദാവൂദ്, ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി, മഹാരഥന്മാരുടെ ഒക്കെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ പറയുന്ന ഒരു ഹദീസുണ്ട്, മൻ മാത ലാ യുശ്രികു ബില്ലാഹി ശൈആ ദഖലൽ ജന്ന. ഒരാൾ ശിർക്ക് ചെയ്യാതെ മരിച്ചാൽ അവൻ സ്വർഗ്ഗത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. വമൻ മാത യുശ്രികു ബില്ലാഹി ശൈആ, അല്ലാഹുവിൽ എന്തെങ്കിലും ഒന്നിനെ പങ്കു ചേർത്തുകൊണ്ടാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ ദഖലൻ നാർ, നരകത്തിലാണവൻ. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ചെയ്യരുത്. ഇപ്പൊ കൈനോട്ടക്കാരൊന്നുമില്ല കേട്ടോ. 4 സിദ്ധന്മാരും ഇങ്ങനത്തെ ബീവിമാരും പല ഈ അടുത്ത കാലത്തല്ലേ, 2025 പൂച്ചക്കാട് കാസർഗോഡിന്റെ പുറം, ഞാൻ ആ സംഭവിച്ച പ്രദേശത്ത് തൊട്ടടുത്ത് പോയി പ്രസംഗിച്ചു. ആദ്യ സമയം പെർമിഷൻ കിട്ടിയില്ല. പിന്നെ രണ്ടാമതൊടുത്ത പ്രവർത്തകന്മാര് വീണ്ടും പണിയെടുത്ത് പെർമിഷൻ വാങ്ങി പോലീസിന്റെ പ്രൊട്ടക്ഷനോട് കൂടി അവിടെ സംസാരിച്ചു. എന്താണ് സംഭവിച്ചത്? അവിടുത്തെ വലിയൊരു വ്യാപാര രംഗത്ത് അറിയപ്പെട്ട ഒരു വ്യവസായി, ഞാൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 500 ചില്ലാൻ പാവം, മനസ്സിലായില്ലേ? ഈ 30-40 വയസ്സിന്റെ ഇടയിൽ പ്രായമുള്ള ചെറുപ്പക്കാരിയായൊരു പിന്നെ പെണ്ണിന്റെ അടുത്ത്, ബീവിന്റെ അടുത്ത് കൊണ്ടേ കൊടുത്തു. അപ്പൊ ബീവി പലയിടത്തുനിന്ന് വാങ്ങിയിട്ടുണ്ട്. എന്തിനാണ്? 100 പവൻ തന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ 200 ആക്കി ഇരട്ടിപ്പിക്കുന്ന വിദ്യ ഉണ്ട്. പിന്നെ അതിനാ പോലെ ലോകത്ത് അല്ലേ ഇത്രയും കച്ചവടം ഉണ്ടാക്കി ലോകത്ത് അറിയപ്പെട്ട ആ പ്രമുഖന്മാരെ കണ്ടും കേട്ടും ഒക്കെ പരിചയമുള്ള ഈ മനുഷ്യൻ
അയാളതും അയാളെ കുടുംബത്തിൽപ്പെട്ട ആളതും വാങ്ങി 500 ചില്ലാൻ പവൻ ഇവളെടുത്ത് കൊണ്ടു കൊടുത്തു. എന്നിട്ട് കാത്തിരിക്കണേ 500 കൊടുത്ത 1000 പവനായിട്ട് തിരിച്ചിട്ടു. ഇത് സുഖ. ദിവസം കഴിഞ്ഞു, ചോദിച്ചിട്ട് കിട്ടണില്ല. അപ്പൊ അവള് പറഞ്ഞു ഇതിന് കുറച്ചുകൂടി പൂജാകർമ്മങ്ങളുണ്ട്, അതൊക്കെ നടത്തി. അപ്പൊ വീണ്ടും ചോദിച്ചു സമയമായില്ലേ, ഇനി ലാസ്റ്റ് ഒരു പൂജ്യം കൂടിയുണ്ട്, അത് നിങ്ങളെ വീട്ടിൽ നിന്നാണ്, അതോടുകൂടി ഇരട്ടിയാവും. പക്ഷെ ആ പൂജ നടക്കുമ്പോ നിങ്ങളെ ഭാര്യയെ, നിങ്ങളെ കുടുംബമോ നിങ്ങളെ കുട്ടികൾ ആരുണ്ടാവില്ല, നിങ്ങൾ ഒറ്റയ്ക്ക്. അങ്ങനെ ദീവി വന്നു, ദീവിന്റെ സിൽബന്ധികളും വന്നു. ഇയാൾ ഒറ്റയ്ക്ക് എല്ലാവരും പറഞ്ഞയച്ചു. പരിസരത്തെ ഉണ്ടാകാൻ പാടില്ല, അവരൊക്കെ പോയി സുഖമായിട്ടാണ് കൊന്നു. മനസ്സിലായില്ലേ? അത് അവസാനത്തെ പൂജ. എവിടെയാണ് ഈ ലോകം എന്നുള്ളത്? എവിടെയുള്ളത്? കോടതിയിലാണ് എന്റെ കാര്യങ്ങള്, കേസും കാര്യങ്ങളൊക്കെ. നമ്മളതിലേക്ക് പോകുന്നില്ല. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഈ 2025 അത് സംഭവിച്ചത്. ഞാൻ പറഞ്ഞത് ആളുകൾക്ക് എത്ര കേട്ടാലും ഈ കഴിഞ്ഞ സമയത്ത് ഒരു മക്ബറയിലെ ആ ഭണ്ഡാര കുറ്റി കെട്ടുണ്ടില്ലേ, ചർച്ചയിലിരുന്നു. എല്ലാരും കളഞ്ഞു പോയതും അവിടെ പോയിട്ട് 500 1000 തിരിച്ചിട്ടും, മാല പോയത് കിട്ടും, പൈസ പോയത് കിട്ടും. ജാറ കമ്മിറ്റിന്റെ പെട്ടി തന്നെ പോയി. അപ്പോഴോ ഓല് പോലീസിൽ പരാതി കൊടുത്ത് CC ക്യാമറ നോക്കി പിടിച്ചു തരണം. ഓൾക്ക് വേറൊരു പെട്ടി വെച്ച് 500 ഇട്ടാ പോലെ. നാട്ടുകാർക്ക് മാത്രമേ 500 ഇട്ടാ കിട്ടുള്ളൂ, ബന്ധുത്തു. ഇതൊന്നും ചിന്തിക്കാനുള്ള കഴിവില്ല. അങ്ങനെ പോവാണ്. ഞാൻ അതിലേക്ക് ദീർഘമായിട്ട് പ്രവേശിക്കുന്നില്ല. ലോകത്തെ തട്ടിപ്പും വെട്ടിപ്പൊക്കി രംഗത്ത്, അഖീദയുടെ രംഗത്ത് പിഴച്ച്, വിശ്വാസ രംഗത്ത് പിഴച്ച് നടന്നുകൊണ്ടിരിക്കുക ആളുകൾ. അങ്ങനെയാണ്. എന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ അങ്ങോട്ട് കടന്ന സമയം കുറേ വേണം. മാലിക്കുൽ മുലൂക്കാണ് CM എന്നാണ്. നഊദുബില്ലാ, അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. പാടുകയാണ്. എന്നിട്ട് തിരുത്തി ആരെങ്കിലും തിരുത്തിയോ? ഒരു മനുഷ്യൻ തിരുത്തിയങ്ങൾ ആരെങ്കിലും കേട്ടോ? തിരുത്തിയോ? അല്ല ചില ആളുകളോട് ചോദിക്കാതെ ഒന്നും ചെയ്യൂലെന്ന് അയാൾ സ്റ്റേജിലിരുത്തി പ്രസംഗിച്ചിട്ട് അയാൾ എന്നെ കുറിച്ച് അങ്ങനെ പറയില്ല എന്ന് പറഞ്ഞോ? മാലിക്കുൽ മുലൂക്കാണ് CM. എന്തൊക്കെയാണ് പറയുന്നത്? മുത്തുനബിയുടെ മുന്നിലെ ഇറച്ചിയിൽ വിഷം കലക്കി കൊടുത്തിട്ട് നബിക്കും മനസ്സിലായില്ല, കൂടെയുള്ള സഹാബിക്കും മനസ്സിലായില്ല. നബി ചവച്ചു, സഹാബി തിന്നു, സഹാബി മരിച്ചു. എന്നിട്ട് വലിയ അറിയപ്പെട്ട ഒരു പണ്ഡിതൻ പ്രസംഗിച്ച് അരീക്കോട് CM വന്നപ്പോ ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയപ്പോ ഇറച്ചിന്റെ പ്ലേറ്റ് ഇങ്ങനെ നോക്കിയിട്ട് CM പറഞ്ഞു, ഈ ഇറച്ചിയും വേണ്ട, ഈ പ്ലേറ്റും വേണ്ട, വെച്ചക്കാലം അടക്കം കളയും, ഇത് കാഫിർ അർത്ഥതാണ്. ഇറച്ചി കണ്ടപ്പോ മനസ്സിലായി ആരർത്ഥം. എന്നിട്ട് വീട്ടുകാർക്ക് വെങ്കടായി ഒരു ഇറച്ചി വാങ്ങി കൊടുത്ത് കാളെ പറഞ്ഞയച്ചു. CMന്റെ ആൾക്കാരും പോയി നോക്കിയപ്പോ എന്താണ്, അരീക്കോട് നിന്നാണ് ഇറച്ചി വാങ്ങിയത്. സാധാരണ അവിടുന്നാണ് ഒരു വാങ്ങല്. അപ്പൊ അവരോട് കടയിൽ പോയി ചോദിച്ചത്രേ, എന്താ ഈ ഇറച്ചിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇത് ആരാ അറുത്തത്? അപ്പൊ ആ ഇറച്ചിക്കാരൻ പറഞ്ഞത്ര, സാധാരണ ഈ സമസ്തന്റെ പള്ളിയിലത്തെ മൊല്ലാക്കിയാണ് അറുക്കല്, അയാൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് മുജാഹിദ് പള്ളിയിലത്തെ മൗലവിയാണ് അറുത്തത്. അത്ര ക്ലിയറായി മനസ്സിലായി CMന് കാഫിറാണ് അറുത്തത്. മനസ്സിലായില്ലേ? റസൂലുള്ളാന്റെ മുമ്പിൽ വെച്ച ഇറച്ചിയിലെ വിശണ്ടെന്നറിയാതെ സ്വഹാബി തിന്നു, മുത്തുനബി ചവച്ചു. ഈ കഥ പറയുന്ന ഉസ്താദിനും അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. സത്യം മനസ്സിലാക്കാനുള്ള കഴിവ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പൊ ശിർക്കിങ്ങനെ അരങ്ങ് തകർക്കുകയാണ്. ആ ഭാഗത്തേക്ക് പോയാൽ പലതും പറയേണ്ടി വരും. അതുകൊണ്ട് ഉമ്മമാരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. കുട്ടിക്ക് അസുഖം തരും. 4 കുട്ടികൾ ഒരു അപകടത്തിൽ മരിച്ചത് ഇല്ലേ? 4 മക്കൾ. ഏതൊരു മനുഷ്യന്റെ കണ്ണും അറിയാതെ നനഞ്ഞു പോകും. ഏതൊരു മനുഷ്യന്റെ തൊണ്ടയും ഇടറിപ്പോകും, ഗദ്ഗതമാകും, ചുണ്ടുകൾ വിതുമ്പിപ്പോകും. പക്ഷേ അതിന്റെ കാര്യം വന്നിട്ട് ഒരു ചങ്ങാതി കമന്റ് ഇട്ടത് എന്താ അറിയുക? പന്നിപ്പേറ് പോലെ പെറ്റുകൂട്ടല്ലേ, കുറച്ചൊക്കെ ചത്തുപോട്ടെ. കണ്ടോ? മനുഷ്യന്റെ ഹൃദയത്തിനുള്ളിൽ കിടക്കുന്ന വർഗീയത ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഉറഞ്ഞു തുള്ളണ്. എന്താണ് ഈ ഉമ്മി വാപ്പയ്ക്ക് ആ കമന്റ്സ് ഒന്ന് കാണുമ്പോ ഇവിടെ മനസ്സെന്തായി? 4 മനുഷ്യരില്ലേ? 3 കുട്ടികളും അങ്ങനെയല്ലേ? അതോ 4 കുട്ടികൾ? മൊത്തം 4 ആളല്ലേ? 5 ആള്. 4 മക്കളും ഒരു പെൺകുട്ടി മാത്രം ബാക്കി. സൗദിയിൽ വേറെ 4 മരണം. എത്ര മരണങ്ങളാ പ്രിയപ്പെട്ടവരും. അള്ളാഹു നമുക്ക് ദാരുണമായ അപകടങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷ നൽകുമാറാകട്ടെ.
അവിടെ അസുഖം തരും, മരണം തരും, പരീക്ഷണങ്ങൾ ഇങ്ങനെ വരും. പകരരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറച്ചു നിൽക്കാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ബിദ്അത്ത് അതിശക്തമായി ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ മോള് ഹോസ്റ്റലിൽ നിന്ന് വിളിച്ചിട്ട് പറയാണ്, മോള് പഠിക്കുന്ന ഹോസ്റ്റലിൽ കുട്ടികൾ പറയാണ്, നീ എടുക്കണില്ലേ നോമ്പ്? എനിക്കില്ലേ ഇന്ന ദിവസം നോമ്പ്? മോള് പറഞ്ഞു, അന്ന് നോമ്പില്ല. പിന്നെ അന്ന് നോമ്പ് എടുക്കാതിരുന്ന പ്രശ്നമാണ്. ഏത് നോമ്പായി പറയണത്? ഏത് നോമ്പാ? ഇസ്രാ മെഹറാജ് 27 നോമ്പ്. അപ്പൊ മോള് പറഞ്ഞു, തിങ്കളാഴ്ച സുന്നത്ത് നോമ്പുണ്ട്, വ്യാഴാഴ്ച സുന്നത്ത് നോമ്പുണ്ട്, എല്ലാ അറബി മാസം 13, 14, 15 നോമ്പുണ്ട്. അതൊന്നും എടുക്കില്ല, ഒക്കെ ഹദീസിൽ വന്നതാണ്. അതൊന്നും വേണ്ട. മദ്രസയിൽ മീറ്റിംഗ്, ഉമ്മാരെ വിളിച്ച് പ്രത്യേക മീറ്റിംഗ്. എന്താ അറിയോ? ഇല്ലാത്തതൊന്നും ചെയ്യിപ്പിക്കാൻ പിശാച് നന്നായി പണിയെടുക്കും. സ്കൂൾ കുട്ടികളോട് 2 ഗേറ്റ് ഉണ്ട്. എന്നും 2 ഗേറ്റ് കൂടി പോകലുണ്ട്. ഒന്ന് അനൗൺസ് ചെയ്ത് നോക്കി അവിടുന്ന്. 1ാമത്തെ ഗേറ്റിൽ ആരും പോകരുത് കേട്ടോ, ചെറിയ പ്രശ്നമുണ്ട്, പൂട്ടിയിട്ടുണ്ട്. തന്നെ കുട്ടികൾ 2ാമത്തെ ഗേറ്റ് കൂടി വന്ന് 1ാമത്തെ ഗേറ്റ് എടുത്ത് വന്ന് നോക്കും. എന്താ അവിടെ പ്രശ്നം? പോവാൻ പറ്റുമോ? അതാണ്. ഇന്നൊന്നും ഉണ്ടാതിരുന്നാലോ ചിലപ്പോൾ എല്ലാവരും ഒന്നും കൂടി എനിക്ക് പോവാം, ഒരു പ്രശ്നം ഉണ്ടാവില്ല. പോവരുത് പറഞ്ഞാൽ അങ്ങനെയാണ്, ചെയ്യരുത് എന്നാൽ ചെയ്യാനുള്ള പിശാചിങ്ങനെ പണിയെടുക്കും. റജബില് ഒരു പ്രത്യേക നോമ്പുണ്ടോ? സാധാരണ സുന്നത്തായ നോമ്പുകളൊക്കെ ഉണ്ട്. ഒരു പ്രത്യേകമായ നോമ്പ് അന്നുണ്ടോ? ഇല്ല. പക്ഷെ അന്ന് നോമ്പെടുക്കാനുള്ള പരിശ്രമം ഇങ്ങനെ ഉണ്ടാക്കും. അത് സാധാരണ നോമ്പോലല്ലേ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോണ്. അത് മദ്രസയിൽ രക്ഷിതാക്കളെ മീറ്റിംഗ് വിളിക്കുക, കാർഡ് കൊടുത്തേക്കുക, എല്ലാ കുട്ടികളോടും വല്യന്മാരോടും പറ്റുന്ന എല്ലാവരോടും എടുക്കാൻ പറയാ. ഇല്ല, ഒരു ഹദീസിൽ പോലും സ്വഹീഹായ ഹദീസിൽ വരാത്ത മൗദൂആയ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഹദീസല്ലാതെ സ്വഹീഹായ ഒരൊറ്റ ഹദീസും വരാത്ത ഒറിജിനൽ ബിദ്അത്താണ് എന്ന് ഉറപ്പുള്ള ഒന്നിനെ അത് ചെയ്യാൻ ആളുകൾക്ക് താല്പര്യമാണ്. അതാണ്ടാവല്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ലേ ഉണ്ടാവല്? റോഡിൽ കൂടി ഒരു ഘോഷയാത്ര, ആ ഘോഷം. അതിനല്ലേ ഇപ്പോ ഈ ചെറുവാടിയിൽ എത്രയോ മണിക്കൂർ നീണ്ട സംവാദം നടന്നത്. എത്ര വട്ടം ചോദിച്ചു, അള്ളാന്റെ റസൂൽ ചെയ്തിട്ടുണ്ടോ? ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? സഹാബത്തിൽ ആരെങ്കിലും ചെയ്തോ? ചെയ്യാൻ പറഞ്ഞോ? മുത്തുനബിയുടെ ഭാര്യമാർ സഹാബ വനിതകളിൽപ്പെട്ടവരാണ്, മുസ്ലിം ഉമ്മത്തിന്റെ ഉമ്മമാരാണ്. അവരാരെങ്കിലും ചെയ്തോ? ചെയ്യാൻ പറഞ്ഞോ? സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട 10 സഹാബികൾ അവരാരെങ്കിലും ചെയ്തോ? ചെയ്യാൻ പറഞ്ഞോ? അതും വേണ്ട. താബീങ്ങളുടെ കൂട്ടത്തിൽ ആരാ ചെയ്തത്? 4 മദ്ഹബിന്റെ ഇമാമുകൾ ആരെങ്കിലും ചെയ്തോ? ചെയ്തിട്ട് വേണ്ട ചെയ്യാൻ പറഞ്ഞോ? ഒരു കാരക്കയുടെ കഷ്ടമെങ്കിലും ഇന്ന് മുത്തുനബിയുടെ ജന്മദിനമാണെന്ന് പറഞ്ഞവർ ആർക്കെങ്കിലും കൊടുത്തോ? നമുക്ക് മട്ടൻ ബിരിയാണിയോ എന്തു കൊടുക്കാൻ ഉണ്ടോ? ആദ്യത്തെ നൂറ്റാണ്ട് ഖൈറുക്കും ഖർനി തുമ്മ ലദീന യലൂനഹും തുമ്മ ലദീന യലൂനഹും 3 നൂറ്റാണ്ട്. അതും കഴിഞ്ഞ് ഷിയാക്കൾ തുടങ്ങി, മുല്ല ഉമറിലേക്ക് കൈമാറി. മുദഫർ എന്ന രാജാവ് രാഷ്ട്രീയത്തിന് വേണ്ടി അതിനെ വലുതാക്കി ഉപയോഗിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന ഒരു ആഘോഷത്തെ 2 പെരുന്നാളിനേക്കാൾ വലുതാണ് എന്ന് പറയാൻ, ലൈലത്തുൽ ഖദറിനേക്കാൾ പ്രാധാന്യമുള്ളതാണെന്ന് പറയാൻ എന്ന ഒരു തെളിവിന്റെ കഷ്ണം ഹാജരാക്കാൻ പറ്റിയോ? അതായത് വിദ്യാർത്ഥിയുടെ അവസ്ഥ. സൂക്ഷിക്കണം. അള്ളാഹു അതിൽ ശ്രദ്ധിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇബ്നു ഉമർ ഖത്താബ് റളിയല്ലാഹു മോൻ പറയണേ, കുല്ലു ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തും ദലാലത്താണ്, വടികേടാണ്. വഇൻ റആഹ الناس, ജനങ്ങൾ എല്ലാവരും അതിനെ കാണുന്നത് ഹസന, നന്മയായിട്ടാണെങ്കിലും. ജനങ്ങളൊക്കെ പറയും എന്താ കുഴപ്പം, നല്ലതല്ലേ എന്ന് പറഞ്ഞാലും എല്ലാ ബിദ്അത്തും വടികേടാണ് എന്ന് മനസ്സിലാക്കണമെന്ന് ആരാ പറഞ്ഞിരുന്നത്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നല്ല കരുതലുണ്ടാവുക. പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമ്മുടെ മുന്നിൽ വരുമ്പോ റബ്ബിൽ തവക്കുൽ ചെയ്യുക. 70,000 ആളുകൾ സ്വർഗത്തിലേക്ക് വിചാരണയില്ലാതെ പോകുമെന്ന് പറയുന്ന സ്ഥലത്ത് പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സഹാബത്ത് ചോദിച്ചു, ആരാണ് പ്രവാചകരെ ആ സ്വർഗത്തിലേക്ക് വിചാരണയില്ലാതെ പ്രവേശിക്കുന്ന 70,000 ആളുകൾ ആരാണെന്ന് ചോദിച്ചപ്പോ മുത്തുനബി പറഞ്ഞു, ഹുമുല്ലദീന ലാ യസ്തർഖൂന വലാ യതതയ്യറൂന വലാ യക്തബൂന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവർ പക്ഷിശകുനം നോക്കാത്തവരും ദുർമന്ത്രങ്ങളിൽ ഏർപ്പെടാത്തവരും, നേരത്തെ പറഞ്ഞ ഉറുക്ക് ഏലസൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനത്തെ ഒരു ഏർപ്പാട് ചെയ്യുന്നവരോ ചെയ്യിപ്പിക്കുന്നവരോ പ്രോത്സാഹനം നൽകുന്നവരോ ഒന്നുമല്ലാത്തവരാണ്. എല്ലാം റബ്ബിൽ ബലമേൽപ്പിക്കുന്നവരാണ്. ഇത് കേട്ടപ്പോൾ അങ്ങോട്ടൊക്കെ അറിയാം. ഉക്കാശത്ത് ബിൻ മെഹ്സൻ
എന്ന് പറയുന്ന മഹാനായ സഹാബി എണീറ്റ് നബിയോട് പറഞ്ഞു, നബിയേ, ആ 70,000-ൽ എന്നെ ഒന്ന് ഉൾപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അത് കേട്ട് ഉടനെ വേറൊരാൾ പറഞ്ഞു, എന്നെയും കൂടി ആ 70,000-ൽ ഉൾപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കുമോ എന്ന് ചോദിച്ചപ്പോ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബഖക ബിഹാ ഉഖാശ. ആ ചാൻസ് ഉഖാശ കൊണ്ടുപോയി നിന്നെ ഓവർടേക്ക് ചെയ്തു, മറികടന്നു എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഈ സ്വർഗത്തെ പറ്റി നരകത്തെ പറ്റിയൊക്കെ പറയുമ്പോ പടച്ചോനെ എന്നയിലാക്കല്ലേ. സ്വർഗത്തെ പറ്റി പറയുമ്പോ റബ്ബേ എനിക്കത് നൽകണേ. വീട്ടിൽ നടക്കുന്ന ഓരോ തോന്നിവാസങ്ങൾ പറയുമ്പോ റബ്ബേ എന്നെ രക്ഷപ്പെടുത്തണേ. നന്മകൾ കേൾക്കുമ്പോ റബ്ബേ ആ നന്മയിലേക്ക് നടുപ്പിക്കണേ. അത് നമ്മുടെ ഈമാനിന്റെ അടയാളമാണ് പ്രിയപ്പെട്ടവരെ. ആ നിലക്ക് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നിസ്കാരം പ്രധാനപ്പെട്ട ഒന്നാണ്. സുബഹി ജമാഅത്തെ നിസ്കരിച്ചാൽ രാത്രി മുഴുവൻ നിസ്കരിച്ച പ്രതിഫലമൊക്കെയുള്ള സമയം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ? ഉണ്ട് കൂട്ടരെ. ആ ജമാഅത്ത് നമുക്ക് കിട്ടലുണ്ട്. എല്ലാവർക്കും ഈ വയലേക്കണ സ്ത്രീകളോട് ഞാൻ ചോദിക്കാം, നിങ്ങളെ ഭർത്താക്കന്മാര്, നിങ്ങളെ ആൺമക്കള്, നിങ്ങളുടെ ഉപ്പ സുബൈക്ക്, ബാക്കിയൊക്കെ പല സ്ഥലത്ത് യാത്രയിലായിരിക്കും, ചിലപ്പോൾ ജോലി സ്ഥലത്തായിരിക്കും, അവിടെ പള്ളിയിലായിരിക്കും, ആയിക്കോട്ടെ, സുബൈക്ക് എല്ലാവരും നാട്ടിലില്ലേ? ഒരു 2 റക്അത്ത് നമസ്കരിക്കാൻ ആ ജമാഅത്തിന് പള്ളിയിൽ ഒരു നല്ല മര്യാദയുള്ള ദീനിന്റെ അടയാളം കാത്തു സൂക്ഷിക്കുന്ന ഒരു മനുഷ്യന്റെ പ്രകടമായ അടയാളാണ്. പറയാൻ സമയത്തിന്റെ കുറവുണ്ട്, ഹദീസ് മുഴുവൻ വായിക്കണില്ല. വല്ലദി നഫ്സി ബിയദി ലഖദ് ഹമംതു അൻ ആമുറ എന്ന് തുടങ്ങുന്ന ഒരു ഹദീസ് ഉണ്ട്. ഞാനൊരു വിറക് കൊണ്ടുവരാൻ ഞാൻ പറയാണ്. എന്നിട്ട് ആ വിറക് കേട്ടോ തീ കൊളുത്തി, പിന്നെ ഒരാളുടെയും ബാങ്ക് കൊടുക്കാൻ പറയാ, ഇഖാമത്ത് കൊടുക്കാൻ പറയാ, ഒരാളെ ഇമാമ് നിർത്തുക, എന്നിട്ട് ഈ തീപ്പന്തം കൊണ്ട് പോവുക. പോയിട്ട് ജമാഅത്തിനെത്താത്ത പുരുഷന്മാരുള്ള വീടുകൾ അങ്ങോട്ട് തീ കൊടുത്താലോ എന്നത് ലഖദ് ഹമംതു, ഞാൻ വിചാരിച്ചു പോയി. ജമാഅത്തിനെത്താത്ത ആളുകളുടെ വീട് അങ്ങോട്ട് കത്തിച്ചു കളഞ്ഞാലോ എന്നുവരെ ഞാൻ ചിന്തിച്ചു പോയി, ആലോചിച്ചു പോയി. അള്ളാന്റെ സമ്മതം കിട്ടാത്തോണ്ട് ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചു, ചിന്തിച്ചു പോയി എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്ര ഗൗരവമുണ്ട്. എന്നിട്ട് ചെറിയ കാര്യം ഒന്ന് കല്ലിൽ ആ തള്ളവരിൽ തട്ടി, എന്നാ പിന്നെ ജമാഅത്ത് പോയി. പനി ഇങ്ങനെ വരുന്നുണ്ട് തോന്നിയാ മതി, എന്നാ പിന്നെ ജമാഅത്തില്ല. വെറുതെ അങ്ങാടിയിൽ ഇരുന്ന് വർത്താനം പറയാ, കച്ചവടത്തെ കുറിച്ച് പറയാ, ജമാഅത്ത് പോയി. ചില ആളുകൾ ഇങ്ങനെ വരും, ആ 2 റക്അത്ത് കഴിഞ്ഞ് 3 റക്അത്ത് സ്ഥിരം ജമാഅത്തിന് 1 റക്അത്തോ അത്തഹിയ്യാത്തോ കിട്ടുന്ന ആൾക്കാരുണ്ട്. അതൊരു മടിയുടെ അടയാളാണ്, ആലസ്യത്തിന്റെ അടയാളാണ്. ഈമാൻ ഇങ്ങനെ ഹൃദയത്തിനുള്ളിൽ ഉറക്കത്തിന്റെ അടയാളാണ്. അങ്ങാടിയിലുണ്ട്, റോട്ടിലുണ്ട്, പള്ളിയുടെ അടുത്തുണ്ട്, എന്നാലും എന്നും 1 റക്അത്തോ 2 റക്അത്തോ കിട്ടൂല. അങ്ങനെ ഇഖാമത്ത് കൊടുക്കുമ്പോഴേ കേറുള്ളൂ. പതുക്കെ മുദ്രപ്പരി പോയി മുദ്രയിച്ച് അങ്ങനെ പതുക്കേല് പറ്റുള്ളതൊക്കെ ശരിക്കും വൃത്തിയാക്കണം. എന്നിട്ട് പൊതു കൊടുത്ത് മെല്ലെ ഇങ്ങനെ വന്ന് ഓടാൻ പാടില്ല, അതിലൊന്നും തറക്കല്ല. പക്ഷെ ഒരു ബാങ്ക് കൊടുത്ത് ജമാഅത്തിന്റെ സമയത്ത് എല്ലാവർക്കും അറിയും, ഒരു 5 മിനിറ്റ് മുമ്പ് വന്ന് ഒരു 2 റക്അത്ത് നിസ്കരിച്ച് ഒന്ന് കാത്തിരിക്കുക. ബാങ്കിനും ഇഖാമത്തിനും ഇടയിലുള്ള സമയം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. നമസ്കാരം ഉപേക്ഷിച്ചവൻ കാഫിറാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുഹൃത്തുക്കളെ, നമ്മൾ എവിടെയാണ്? നമ്മുടെ ആത്മപരിശോധനയാണ് ഞാൻ ഈ സംസാരത്തിലൂടെ നടത്തിയത്. ഒരു ആത്മപരിശോധന. നമ്മൾ എവിടെ നിൽക്കുന്നു? ഓരോരുത്തരും സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നമ്മുടെ അവസ്ഥ എന്താണ്? സ്ത്രീകളെ, നിങ്ങൾ ഒന്ന് നേരത്തെ വീട്ടിലാണെങ്കിൽ വീട്ടില്, പള്ളിയിലാണെങ്കിൽ പള്ളിയിൽ ആ നമസ്കാരമൊക്കെ ഒന്ന് മര്യാദക്ക് നിർവഹിച്ച്, ഒരു ദിക്റുകളൊക്കെ ചൊല്ലി, സുന്നത്ത് നമസ്കാരമൊക്കെ നിർവഹിച്ച്, സമാധാനത്തോടുകൂടി പ്രശ്നങ്ങളെല്ലാം അള്ളാഹുവിനോട് പറഞ്ഞ്, അങ്ങനെ ഒരു സമാധാനപൂർവ്വം റുകൂഇലും സുജൂദിലും ഇടയിലിരുത്തത്തിലൊക്കെ ഒരു തുമഇനിയത്ത്, ഒരു ഒതുക്കവും അടക്കവും ഒക്കെ ഉണ്ടാക്കി മര്യാദക്ക് വേറെ ചിന്തയൊക്കൊന്നും പോകാതെ നിസ്കരിക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? പരിശോധിച്ചോളി. ആരും കാണാനും കേൾക്കാനുമല്ല. കമ്മിറ്റിക്കാരിപ്പോ എന്താ വിചാരിക്കുക? പള്ളിയുടെ അടുത്ത് ഇത്ര അടുത്ത് വീടായിട്ട് പോയിട്ടില്ലെങ്കിൽ അല്ല, അത് ലോകമാന്യതയാണ്. അതിന് കൂലിട്ടില്ല. ഷിർക്കിന്റെ കുറ്റാക്കുക, ചെറിയ ഷിർക്ക്. സൂറത്തുൽ കഹ്ഫിൽ അവസാന ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഫമൻ കാന യർജു ലിഖാഅ റബ്ബി ഫലിയഅമൽ അമലൻ സ്വാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. ആയത്തിന്റെ തഫ്സീർ എടുത്ത് മറിച്ചാല്
ചെറിയ ശിർക്കിനെ കുറിച്ചാണ് പറയണത്. അമല് ചെയ്തിട്ട് അള്ളാഹിനെ കണ്ടുമുട്ടാൻ ആർക്കാണ് ആഗ്രഹമില്ലാത്തത്? നാം നന്നായിട്ട് പ്രവർത്തിച്ചോളി, പക്ഷെ ശിർക്ക് ചെയ്യരുതിട്ടോ എന്ന് അല്ലാഹു തആല. ശിർക്ക് ചെയ്യരുത്. ആ ശിർക്ക് അവിടെ തഫ്സീറിൽ ചർച്ച ചെയ്തിട്ടുള്ളത് വലിയ ശിർക്ക് ചെയ്താൽ പിന്നെ ഒരു രക്ഷയില്ല. ഇത് ചെറിയ ശിർക്കിനെ കുറിച്ചാണ്. അത് ലോകമാന്യതയാണ്. കാണാൻ വേണ്ടി, കേൾക്കാൻ വേണ്ടി ഒരാൾക്ക് 10 രൂപ കൊടുക്കും. ഒരു മരണ വീട്ടിലേക്ക് തുണി വാങ്ങിയിട്ടുണ്ടോ? മയ്യത്തിന്റെ തുണി വാങ്ങിയോ? ഒരാൾ ചോദിക്കാം. ഇല്ല. അതെല്ലാം അതിന് വേണ്ടപ്പെട്ട ആളുടെ ചോദിച്ചു തുണിയൊക്കെ എത്തിയിട്ടുണ്ടോ? ഇല്ല. എന്നാ ഞാൻ പോയി കൊണ്ടുവരട്ടോ. ആ മരിച്ച ആളുടെ തൊട്ടുനിന്ന് വാങ്ങല ഏറ്റവും ഹൈറ്. മനസ്സിലായില്ലേ? അയാളുടെ ആവശ്യത്തിനൊക്കെ അതിന് എടുത്തിട്ട് അയാൾക്ക് വീട്ടുള്ള കടമൊക്കെ വീട്ടി ബാക്കി ആ ഓഹരിയൊക്കെ ഉണ്ടത് അത് വേഗം വെക്കും വേണം. അങ്ങനെ കുറെ കൊല്ലം നീട്ടിക്കൊണ്ടാൻ പാടില്ല. വേറെ വിഷയമാണ്. ഇനിയിപ്പോ അവിടെ ഒരാൾ വാങ്ങിക്കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ അയാൾ മെല്ലെ ഒരാളോട് ചോദിക്കുക തുണി എത്തിയിട്ടുണ്ടോ? ഇല്ല. എന്നാ ഞാൻ പോയി വാങ്ങിക്കോളാം. അതിന് ആ ബൈക്കൊക്കെ സ്റ്റാർട്ടാക്കിയിട്ട് ഞാനേ മയ്യത്തിന് തുണി വാങ്ങാൻ പോകട്ടോ. വന്നിട്ട് ആ തുണി ഇങ്ങനെ പൊക്കി ഇതെവിടെയൊക്കെ ഉണ്ട്, ഇതെവിടെയൊക്കെ ഉണ്ട്. 10 ആള് കാണാൻ കേൾക്കാത്തവനെ തോണ്ടിയിട്ട് ഇതെവിടെയൊക്കെ ഉണ്ട്. വേണ്ട, ആരും കാണാനല്ല നമ്മുടെ അമല്. സ്വഹാബികളൊക്കെ മരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ അവർ ചെയ്ത രഹസ്യമായി ചെയ്ത നന്മ കിട്ടിയ ആളുകൾ വരുന്നത്. ഇനി ഞങ്ങൾ എന്താ ചെയ്യുക? അതുവരെ അറിഞ്ഞിട്ടില്ല, കുടുംബം പോലും അറിഞ്ഞിട്ടില്ല. ആരും അറിയാതെ മുണ്ടേങ്ങരയിലെ ഈ ആദ്യ ദിവസത്തിന്റെ ഈ സംസാരം കേട്ട് മടങ്ങാൻ സമയമാകുമ്പോ ഞാൻ ചോദിക്കാണ്, ആരും അറിയാതെ ഇരുട്ടിന്റെ മറവിൽ ആരുമില്ലാത്ത സമയത്ത് പ്രിയപ്പെട്ടവരെ രഹസ്യ സമയങ്ങളിൽ വാതിലുകൾ കുറ്റിയിട്ട് ജനലുകൾ കുറ്റിയിട്ട് ഉറപ്പ് വരുത്തി തന്റെ ബെഡ്റൂമിൽ ഒറ്റക്കായ സമയത്ത് മൊബൈലിൽ നടത്തിയ ചാറ്റിംഗ് ഉണ്ടല്ലോ, മൊബൈലിൽ നടത്തിയ കണ്ണുകൊണ്ടുള്ള യാത്രയുണ്ടല്ലോ, ആരുമറിയാത്ത തെറ്റുകളുണ്ടല്ലോ, അതുപോലെ ഉണ്ടാവരുത്. അല്ലാഹു മാപ്പ് തരട്ടെ, പൊറുത്തു തരട്ടെ. പശ്ചാത്തപിച്ചു മടങ്ങിക്കോ. ആരുമറിയാത്ത നന്മകൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? ആരുമറിയാത്ത നന്മ മൂപ്പരറിയാതെ കുറച്ച് പൈസ ഇങ്ങനെ എടുത്തിച്ച് ഹലാലായ പൈസയാണ് മൂപ്പര് മറ്റേ ബുദ്ധിമുട്ടിയപ്പോൾ കൊടുക്കുമ്പോ ഇവരെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവലുണ്ടല്ലേ. അതേപോലെ ആരും അറിയാതെ ഇങ്ങനെ ചെയ്ത നന്മകൾ അല്ലാഹു മാത്രമേ അറിയൂ. പിന്നെ കിട്ടിയൊലിക്കേ അറിയുള്ളൂ. ആ നന്മ നമുക്കൊക്കെ ഉണ്ടോ? സ്വകാര്യമായിട്ട് നമ്മളോട് ചോദിച്ചു നോക്കി, സ്വകാര്യമായി നമ്മളോട് ചോദിച്ചു നോക്കി. അപ്പറിയാ എന്താ അവസ്ഥ. ആരും അറിയാത്ത തിന്മകളിൽ ഇഷ്ടം പോലെ കേട്ടോ, ഇഷ്ടം പോലെ. ഇനി അത് വർദ്ധിച്ചു വരും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലിബറൽ ചിന്താഗതിയും സ്വന്തം ഉമ്മാനെ വരെ സ്വന്തം പെങ്ങളെ വരെ ചങ്ങാതി ഓഡിറ്റോറിയത്തിൽ നിന്ന് പ്രസംഗിക്കണം. എന്താ പ്രസംഗിച്ചതറിയോ? ആ ഇൻസെസ്റ്റ് സെക്സ് അതോന്റെ വാക്ക എന്ന് പറഞ്ഞാൽ രക്തബന്ധുക്കൾ തമ്മിലുള്ള ഉമ്മ പെങ്ങള് മോള് ഓലങ്ങൾക്ക് ലൈംഗികമായിട്ട് ഉപയോഗിക്കാൻ ഓലെ സമ്മതം ഉണ്ടായ മതി. അത് നമ്മൾ ക്ലിപ്പിട്ട് പ്രസംഗിച്ചപ്പോ പറഞ്ഞ എന്താ അറിയോ? അതിൽ തിരുത്തുണ്ട്. ആ തിരുത്തം എന്താ അറിയോ? അത് ഓല് ഗർഭിണിയാവരുത്. നമ്മൾ മാപ്പി വയ്ക്കാൻ പോവാണ്. അല്ല, പ്രഗ്നൻസി ആവാതെ സൂക്ഷിക്കണം. സ്വന്തം മാനെ പെങ്ങളെ പബ്ലിക്കിൽ പ്രസംഗിക്കുക. ഓല് സഞ്ചിയൊക്കെ തോളിലിങ്ങനെ ഇട്ട് കുറച്ച് മുടിയൊക്കെ നീട്ടി ആ കുട്ടികൾ, കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വലിയ ബുദ്ധിജീവികളവര്, വലിയ ചിന്തകന്മാരവര്, വലിയ ഫിലോസഫർമാരാണ്, സയന്റിസ്റ്റുകളാണ്. അവര് മക്കളോട് പറയുന്നു ഈ വൃത്തികേട്. എന്നിട്ട് അവര് ലോകത്തോട് പറയുന്നു, ഞങ്ങൾ നിങ്ങളുടെ മക്കളുടെ മുന്നിൽ ധാർമ്മികത പഠിപ്പിക്കുന്നവരാ. ധാർമ്മികതയുടെ ഒരക്ഷരം മുറിയാടാൻ അവകാശമില്ലാത്ത വൃത്തികെട്ട ജന്തുക്കളാണ് അവരാ പറയണത്. പറഞ്ഞു പോവുകയാണെങ്കിൽ ഇഷ്ടം പോലെ പറയാനുണ്ട്. റിയാലിറ്റി ഷോകളും റീൽസുകളും ഒക്കെയായി പാഠപുസ്തകങ്ങളിൽ വരെ. ഞാൻ പറഞ്ഞില്ലേ, ജനിക്കുമ്പോ കുട്ടിക്ക് ഇനി ജെൻഡർ വേണ്ടാന്ന്. ഇപ്പൊ പാഠപുസ്തകത്തില് നമ്മുടെ നാട് ഭരിക്കുന്നവർ, വിദ്യാഭ്യാസ രംഗങ്ങളെ കൈകാര്യം ചെയ്യുന്നവർ, കരിക്കുലം തയ്യാറാക്കുന്നവർ, പാഠപുസ്തകം തയ്യാറാക്കുന്നവർ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന 9ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ പറയുന്നു, ascribed status, achieved status. പാഠപുസ്തകത്തിൽ ഹെഡിങ് എന്നതാ. ടീച്ചർമാരൊക്കെ ഉണ്ടാവും ഈ കൂട്ടത്തിൽ. എന്താ ഇതിന്റെ അർത്ഥം? ഒന്ന് ആരോപിത പദവി, ഒന്ന് ആർജിത പദവി. ഒന്ന് നമ്മളെല്ലാരും ഇങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. പിന്നെ സ്വീകരിക്കാൻ സമയമില്ല. ചിലത് നമ്മളിങ്ങനെ ആർജിച്ചെടുക്കണം. നമുക്ക് നല്ലൊരു ജോലി കണ്ടെത്തുന്ന പോലെ, നമ്മൾ കഴിവ് തെളിയിച്ച് മുന്നോട്ട് പോയി ചിലത് നേടുന്നത് പോലെ
നേടിയെടുക്കേണ്ട, ആർജിച്ചെടുക്കേണ്ട ഒന്നാണ് എന്ത് ആണാണോ പെണ്ണാണോ എന്നുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ അവസാനിപ്പിക്കുന്നു. നാണം ഉണ്ടാവുക, നാണം. അള്ളാഹു നാണമുള്ള, മാനം കാത്തു സൂക്ഷിക്കുന്ന, മര്യാദയുള്ള ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽ ഹയാ ലാ യഅതി ഇല്ലാ ബിഖൈർ. നാണം, ലജ്ജ നല്ലതേ കൊണ്ടുവരും. ഇപ്പൊ നല്ല സ്വഭാവത്തിലുടമയാവും. ഇന്ന് കുട്ടികൾക്ക് നാണമില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ചെറിയ മോഡൽ കുപ്പായതാ പാന്റിന്റെ ഒപ്പം നിൽക്കണത്. അപ്പം കുട്ടികളുടെ അതുകൊണ്ട് കൈ ഇങ്ങനെ പൊന്തിക്കുമ്പോഴേക്ക് വയറൊക്കെ കാണും. ഒരു പ്രശ്നമില്ല, ആര് നോക്കിയാലും പ്രശ്നമല്ല, ആര് തൊട്ടാലും നാണമില്ല. അതാ മൃഗങ്ങളെ പോലെ ആവുന്നതാണ്. ഫുട്പാത്തിൽ വ്യഭിചാരം നടക്കുന്നു പറഞ്ഞത്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഈ ഉമ്മത്തിന് നല്ല സംസ്കാരമുള്ള, നല്ല സ്വഭാവമുള്ള റബ്ബേ, ഇന്ന് ഈ വഅദ് കേൾക്കാൻ, ഈ സംസാരം കേൾക്കാൻ, ഈ പ്രസംഗം കേൾക്കാൻ എത്തിയവർ റബ്ബേ, നിന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കുന്ന, തിരുത്തലുകൾക്ക് തയ്യാറാകുന്ന, തെറ്റുകൾ ഉണ്ടെങ്കിൽ തെറ്റാണെന്ന് മനസ്സിലാക്കി തിരുത്താൻ തയ്യാറാകുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. അള്ളാഹുവേ, പ്രായപൂർത്തിയെത്തിയ ഞങ്ങളുടെ പെൺകുട്ടികൾ 18 വയസ്സാകുമ്പോൾ ഇഷ്ടപ്പെട്ടവന്റെ കൂടെ പോവാം എന്ന ആരൊക്കെയോ അലിഖിത നിയമമായി പഠിപ്പിച്ചു കൊടുത്തത്, പറഞ്ഞു കൊടുത്തത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന പെൺകുട്ടികൾക്ക്, ആൺകുട്ടികൾക്കൊക്കെ അള്ളാഹുവേ അവരുടെ മനസ്സുകളിൽ പക്വതയും പരിപക്വതയും നൽകി നാളെയുടെ ലോകമാകുന്ന പരലോകത്തെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് പുനർവിചിന്തനത്തിന്, ആലോചനയ്ക്ക് അള്ളാഹുവേ നീ അവസരം ഉണ്ടാക്കി കൊടുക്കണേ അല്ലാഹ്. അള്ളാഹുവേ, ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്ത് മാപ്പ് നൽകണേ അല്ലാഹ്. ലോകത്തിന്റെ നാനാഭാഗത്ത് മുസ്ലിമായതിന്റെ പേരിൽ മാത്രം ഫലസ്തീന് പോലെയുള്ള പല പ്രദേശങ്ങളിലും വേദനിക്കുന്നവർ അള്ളാഹുവേ, അവിടുത്തെ കുട്ടികൾ, അവിടുത്തെ സഹോദരിമാർ, അവരുടെ ആ ആർപ്പ് വിളികൾ, അവരുടെ നൊമ്പരങ്ങൾ ഞങ്ങൾ കേൾക്കുന്നു, അറിയുന്നു. അള്ളാഹുവേ, അവർക്ക് നീ പരിഹാരം ഉണ്ടാക്കി കൊടുക്കണേ അല്ലാഹ്. അള്ളാഹുവെ, മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചു മരിക്കാൻ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് എല്ലാവിധ തൗഫീഖും സാഹചര്യവും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, നീ പൂർണ്ണമായി ശമനം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രബോധകന്മാരിൽ അസുഖമായി കിടക്കുന്നവരുണ്ട്, സാധാരണക്കാരായ പ്രവർത്തകന്മാരിൽ അസുഖമായി കിടക്കുന്നവരുണ്ട്. അള്ളാഹുവേ, നീ അവർക്ക് സമാധാനവും ശിഫയും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അള്ളാഹുവേ, വലിയ വലിയ സർജറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളുകളുണ്ട്. എത്രയും വേഗത്തിൽ പൂർത്തീകരിച്ച് ഏറ്റവും നല്ല സുഖം നൽകി അവരെ ഞങ്ങളുടെ പ്രവർത്തകന്മാരാക്കി, അള്ളാഹുവേ ഞങ്ങളുടെ പ്രവർത്തകളാക്കി, പ്രച്ചവനെ നീ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് അവരെ തിരിച്ചു നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അള്ളാഹുവേ, മൺമറഞ്ഞു പോയ ഞങ്ങളുടെ ഉമ്മമാരുടെ, ചേട്ടാനിയന്മാരുടെ, ഭാര്യ ഭർത്താക്കന്മാരുടെ മക്കളുടെ കബറിനെ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. അള്ളാഹുവേ, കത്തിച്ചൊലിക്കുന്ന നരകാഗ്നിയിൽ പടച്ചവനെ ഒരിക്കലും ആലോചിക്കാൻ പറ്റാത്ത ഭീകരമായ നരകാഗ്നിയിൽ ഒരിക്കലും ഞങ്ങളെ നാളെ പ്രവേശിപ്പിക്കാതെ ആകാശഭൂമിയോളം വിശാലമായ ആ സ്വർഗീയ ലോകത്ത് പ്രവേശിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ കടത്തിൽപ്പെട്ടവരുണ്ട്. അള്ളാഹുവെ, ഹലാലായ മാർഗത്തിൽ അത് എല്ലാം വീട്ടിൽ ഏറ്റവും നല്ല മനസ്സോടുകൂടി റബ്ബേ, ഏറ്റവും നല്ല സമാധാനത്തോടുകൂടി ഇവിടെ നിന്ന് മരിച്ചു പോകാനുള്ള സൗഭാഗ്യം ദീർഘായുസ്സോടുകൂടി ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.